ഹായ് ഗായ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NHS ഇൻ്റർവ്യൂവിനുള്ള ടോപ്പിക്കാണ്. സോ NHS ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ആദ്യം തന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പം ടെൻഷനൊന്നും കൂടാണ്ട് ബി വെരി സ്മാർട്ട് ഇൻ വാട്ട് യു ആർ സേയിങ്, എന്നിട്ട് നന്നായി ചിരിക്കുക, ബി വെരി കോൺഫിഡൻറ്റ്, ഹാൻഡ് ഗെസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, അതായത് കൈ മൂവ്മെൻറ്റ്സ് നന്നായി യൂസ് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക. നിങ്ങളുടെ സൗണ്ട് പിച്ച് നല്ല ഹൈ ആയിരിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ യു ഷുഡ് സേ താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ്റർവ്യൂഡ് ഫോർ ദ നഴ്സിംഗ് പൊസിഷൻ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത് എന്താ വരിക, നിങ്ങളുടെ പേര് പറയണം. മൈ നെയിം ഇസ് ഡാഷ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് ജനിച്ചു വളർന്നത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പറയണം. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അടുത്ത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് പറയാം, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് പറയാം, പിന്നെ സ്ട്രെങ്ത് പറയാം. സ്ട്രെങ്ത് പറയുമ്പോൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് പറയണം. അതായത് മൈ സ്ട്രെങ്ത് ഇസ് ദാറ്റ് ഐ ഹാവ് എ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിച്ച് ഹെൽപ്പ് മീ ബിൽഡ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ്. ഇതുകൂടാണ്ട് അതായത് അഡീഷണലി ഐ ആം ഹൈലി എംപത്തറ്റിക്. നോട്ട് മൈ വേർഡ്സ് എവറി വൺ. ഇതുപോലെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റും. സ്മാർട്ടായിട്ട് പറയണം, നിങ്ങളുടെ സൗണ്ട് മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം, അവർക്ക് തോന്നണം ഇത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന്. ഓൾറൈറ്റ്, ഇതുപോലെ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യണുണ്ട് കേട്ടോ. ഈ വീക്ക്നെസ് ആണ് അടുത്ത ടോപ്പിക്. വീക്ക്നെസ് പറയുമ്പോഴും നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ പറയാം. ഞാനിവിടെ സാമ്പിൾ ആൻസറാണ് പ്രൊവൈഡ് ചെയ്യണത്. I find it difficult to delegate tasks. However, I am working on trusting my team more and improving my delegation skills to manage my workload better. ഇനി ഹോബീസ് പറയുമ്പോഴും നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ എൻജോയ് ഡൂയിങ് യോഗ വിച്ച് എൻഹാൻസ് മൈ എബിലിറ്റി ടു സ്റ്റേ കാം അണ്ടർ പ്രഷർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൈ യു വോണ്ട് ടു ബിക്കം എ ബാൻഡ് 5 nurse വിത്ത് NHS. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഞാനിവിടെ ഒരു സാമ്പിൾ ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് മൈ സ്കിൽസ്, നോളേജ്, ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അലൈൻ വെൽ വിത്ത് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻ NHS പൊസിഷൻ. ഐ ടേക്ക് പ്രൈഡ് ഇൻ മൈ വർക്ക് ആസ് എ നേഴ്സ് ആൻഡ് കൺസിഡർ ഇറ്റ് ആൻ ഓണർ ടു സെർവ് ഇൻ ദ NHS. അടുത്ത ക്വസ്റ്റ്യൻ ആണ് what do you expect to be doing on a day-to-day basis as a band 5 nurse for the NHS. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറയാം. As a band 5 nurse for the NHS, I expect to provide high quality care and assessments. My role will involve administering medications, monitoring patient conditions and maintaining accurate records in line with policies. I will update my skills and mentoring junior staff. വൈ ഡിഡ് യു ബിക്കം എ നേഴ്സ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? സർ, ഐ ചൂസ് ടു ബിക്കം എ നേഴ്സ് ബിക്കോസ് ഐ എം പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ ആൻഡ് ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദെയർ ലൈഫ്സ്. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ഗൈസ്.